നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാക്കനാട് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഛർദിയും വയറിളക്കവും, കുട്ടികളടക്കം 350 പേർ ചികിത്സയിൽ. CLF ഫ്ളാറ്റിലെ താമസക്കാർക്കാണ് രോഗബാധയുണ്ടായത്. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികളും ചികിത്സയിലുണ്ട്. കുടിവെള്ളത്തിൽ നിന്നാണ് ഇത്രയധികം പേർക്ക് രോഗബാധ ഏറ്റതെന്നാണ് സംശയിക്കുന്നത്. ആരോഗ്യവകുപ്പ് ജലസാമ്പിളുകൾ ശേഖരിച്ചു. ഭക്ഷ്യവിഷബാധയിൽ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും. ഛർദി, വയറിളക്കം തുടങ്ങിയവയാണ് കൂടുതൽ പേരിലും കണ്ട ലക്ഷണങ്ങൾ. കുട്ടികൾക്കും രോഗബാധയേറ്റിട്ടുണ്ട്. 180 ടവറുകളിലായി 1258 ഫ്ളാറ്റുകളാണ് DLFന് കീഴിലുള്ളത്. 5000-ലധികം താമസക്കാരും. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധയെങ്കിൽ കൂടുതൽ ആളുകളും ചികിത്സ തേടാനാണ് സാധ്യത. കിണർ, ബോർവെൽ, മുനിസിപ്പാലിറ്റി ലൈൻ എന്നിവിടങ്ങൾ വഴിയാണ് ഫ്ളാറ്റിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. നിലവിൽ ഈ സ്രോതസ്സുകളെല്ലാം അടച്ച് ടാങ്കർ വഴി വെള്ളം എത്തിച്ചാണ് ഫ്ളാറ്റിലെ ജല ഉപയോഗം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി ജലത്തിന്റെ വിവിധ സാമ്പിളുകൾ ശേഖരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളും ഉണ്ടാകും. ഭക്ഷണത്തിൽ കലരുന്ന രാസവസ്തുക്കൾ കാരണമോ ഭക്ഷണം പഴകുന്നത് മൂലമോ ഭക്ഷ്യവിഷബാധ സംഭവിക്കാം. ഭക്ഷണം പാകം ചെയ്യുമ്പോഴും സൂക്ഷിച്ചു വെക്കുമ്പോഴും സംഭവിക്കുന്ന അശ്രദ്ധയാണ് അണുബാധയ്ക്ക് കാരണമാകുന്നത്. മലിനീകരിക്കപ്പെട്ട ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന രോഗമാണിത്. ഭക്ഷ്യജന്യ രോഗം എന്നും ഇതിനെ വിളിക്കുന്നു. അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ, വൈറസ്, പരാതങ്ങൾ എന്നിവയോ അവയുടെ ടോക്സിനുകളോ ആണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇത്തരത്തിലുള്ള ആഹാരം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനം പുരട്ടൽ, ഛർദി, വയറിളക്കം, അടിവയർ വേദന, പനി എന്നിങ്ങനെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു.